mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഈ ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കേണ്ട 3 ദിവസത്തേക്ക് യാത്രക്കാരുടെ അടുത്തേക്ക് കണ്ടക്ടർ എത്തുന്നത് ബക്കറ്റുമായി. വയനാട് ദുരിതത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകാനാണ് ബസ് ജീവനക്കാർ 3 ദിവസത്തെ ഈ സർവീസ് നടത്തുന്നത്. നിങ്ങളുടെയും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ബസ് ഉടമകളുടെയും സഹായം സ്വരൂപിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് 25 വീട് പണിത് നൽകുവാനാണ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഈ ബസ്സിലിരിക്കുന്ന യാത്രക്കാരെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അറിയിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി 100ഓളം ബസ്സുകളാണ് ദുരിതബാധിതർക്ക് താങ്ങാകാൻ സർവീസ് നടത്തുന്നത്. ബസ്സിലെ ജീവനക്കാർ ടിക്കറ്റും കണ്ടക്ടർ ബാഗും ഒന്നുമില്ലാതെ ബക്കറ്റുമായാണ് യാത്രക്കാരെ സമീപിക്കുന്നത്. യാത്രക്കാർക്ക് അവർക്കിഷ്ടമുള്ള തുക ഈ ബക്കറ്റിൽ നിക്ഷേപിക്കാം. പിരിഞ്ഞു കിട്ടുന്ന തുകയും ഉടമകളുടെയും ജീവനക്കാരുടെയും വരുമാനവും ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് കാലടി ബസ് സ്റ്റാൻഡിൽ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, പഞ്ചായത്ത് അംഗം PB സജീവ്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് APGB, സെക്രട്ടറി BO ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനാഴ്ച പെരുമ്പാവൂർ, അത്താണി, പറവൂർ, മാള, കണക്കൻകടവ് റൂട്ടുകളിലും വ്യാഴാഴ്ച മലയാറ്റൂർ, മഞ്ഞപ്പുറ, മൂക്കന്നൂർ റൂട്ടുകളിലും വെള്ളിയാഴ്ച കാലടി, കാഞ്ഞൂർ, ആലുവ, വട്ടപ്പറമ്പ്, കൊരട്ടി, പാലിശ്ശേരി റൂട്ടുകളിലുമാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുക. 25 വീടുകൾ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാ അസോസിയേഷനുകളുമായി സഹകരിച്ച് അവർ തരുന്ന ഓരോ ജില്ലയിൽ നിന്നും കിട്ടുന്ന പൈസ മുഴുവൻ ഫെഡറേഷൻ സമാഹരിച്ച് ജില്ലാ അസോസിയേഷനും ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് എന്ന് വിനീതമായി പറയുന്നു. വയനാടിന് ഒരു കൈത്താങ് എന്നെഴുതിയ പ്രത്യേക ടീഷർട്ട് ധരിച്ച ജീവനക്കാരാണ് ഈ ദിവസങ്ങളിൽ ബസ്സുകളിൽ ഉണ്ടാകുക. ഫെഡറേഷൻ്റെയും ബസ് ഉടമകളുടെയും ബസ് ജീവനക്കാരുടെയും താല്പര്യപ്രകാരം വയനാട്ടിൽ 25 വീടെങ്കിലും പണിത് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിന് അങ്കമാലി, കാലടി, അത്താണി, കൊരട്ടി മേഖലയിലെ ജീവനക്കാരും ബസ് ഉടമകളും അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരും മറ്റു ഈ വഴി കടന്നു പോകുന്ന ബഹുമാന്യ നാട്ടുകാരും എല്ലാവരുടെയും പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് ഇതിന്റെ വിജയം. വയനാടിന് കൈത്താങ്ങേകാനായി സ്വകാര്യ ബസ് ജീവനക്കാരുടെ സർവീസിന് അകമഴിഞ്ഞ സഹകരണമാണ് യാത്രക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്.